Hello, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് Q&A ആണ്. അതായത് നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. IT പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. അമ്മു അപ്പു എന്നൊരു അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സിൻഫിക് സ്റ്റുഡിയോ ഫോണിൽ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അതായത് സിൻഫിക് സ്റ്റുഡിയോ മാത്രമല്ല, നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാനുള്ള എല്ലാ സോഫ്റ്റ്വെയർസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊക്കെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ സപ്പോർട്ട് ആവുന്ന സോഫ്റ്റ്വെയർസ് ആണ്. അത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ആക്കാൻ പറ്റുന്നതല്ല. ഇനി അഥവാ ഏകദേശം അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ ആക്കിയാൽ പോലും അതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. ഞാൻ നോക്കി അതിൽ ഏതെങ്കിലും ഒക്കെ മൊബൈൽ ഫോണിൽ പറ്റുന്ന വിധത്തിൽ കിട്ടുമോ എന്ന് നോക്കി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും മാർഗ്ഗത്തിലൂടെ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. പക്ഷേ ഞാൻ നോക്കി ഏകദേശം അതുമായി ബന്ധപ്പെട്ട് എനിമേഷൻ ആണെങ്കിൽ എനിമേഷൻ ആക്കാൻ പറ്റുന്ന മറ്റ് സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കറക്റ്റ് ആയിട്ടൊന്നും മൊബൈൽ ഫോണിൽ ആ സോഫ്റ്റ്വെയർസ് കിട്ടില്ല. ഇനി അഥവാ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസോ മറ്റോ കിട്ടിയാൽ അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ പല ഭാഗത്താണ് ഉണ്ടാവുക. പിന്നെ ഫയലിൽ നിന്ന് ഓപ്പൺ ചെയ്യേണ്ട കാര്യങ്ങൾ, റൺ ചെയ്യേണ്ട ഇപ്പോൾ പൈത്തൺ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് റൺ ചെയ്യേണ്ടതൊക്കെ തന്നെ നല്ല മാറ്റം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണിൽ എങ്ങനെയെങ്കിലും ആക്കിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ കമ്പ്യൂട്ടർ കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം വെപ്രാളായി പോകും. കാരണം ഓപ്ഷൻസ് ഒക്കെ മാറിയിട്ട് ആകെ മൊത്തം ഒന്ന് ടെൻഷനൊക്കെ ആയിട്ടാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഒരിക്കലും മൊബൈൽ ഫോണിലൊന്നും പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. അതായത് പൈത്തൺ, HTML ഈ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണമെങ്കിൽ ഒരു 2 ആപ്ലിക്കേഷൻ പറഞ്ഞുതരാം. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. ഒന്നാമത്തേത് PyDroid 3 എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. പൈത്തൺ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. പക്ഷേ ഓർക്കുക, ഇതിൽ റൺ ചെയ്യുക, ഔട്ട്പുട്ട് കിട്ടുക എന്നൊക്കെ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ, നിങ്ങളുടെ പ്രവർത്തനം ചെയ്യുമ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ ആണ്, കമ്പ്യൂട്ടർ കിട്ടിയാലും ചെയ്യുമെന്ന് ഉറപ്പുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണെങ്കിൽ പൈത്തൺ ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. HTML ആണെങ്കിൽ നമ്മൾ ആ CSS കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ, അത് ഒന്ന് ചെയ്ത് നോക്കാനാണെങ്കിൽ നിങ്ങൾക്ക് HTML ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അത് വെച്ച് പഠിക്കണം എന്ന് ഞാൻ പറയില്ല. അപ്പോൾ കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണ് ഒന്ന് ചെയ്ത് നോക്കിയേ പറ്റുമെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൻ്റെ കറക്റ്റായിട്ട് ചെയ്തിട്ടും കുറേ തവണ സിൻടാക്സ് ചെയ്തതും വേറെ എന്തൊക്കെ കാണിച്ചു. ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുമോ? മോഡൽ എക്സാമിന് എനിക്ക് പൈത്തൺ എറർ സീൻ വന്നിരുന്നു. ഓക്കെ, ഇത് നമ്മുടെ നല്ലൊരു ചാപ്റ്ററാണ് ഈ പൈത്തണിൻ്റെ എന്ന് പറയുന്നത്. അല്ലെ, ആ ചോദ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആവേശമാണ് ചെയ്യാൻ. കാരണം വളരെ എളുപ്പമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കുട്ടികൾ ചെയ്യുമ്പോൾ തെറ്റിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീൻ വെച്ചിട്ട് തന്നെ ഒന്ന് നോക്കാം. പലപ്പോഴും കാണുന്നത് ആപ്ലിക്കേഷനിൽ ആക്സസറീസിൽ പോയിട്ട് ഇവിടെയുള്ള ടെക്സ്റ്റ് എഡിറ്റർ ആണ് പലപ്പോഴും തുറക്കുന്നത് പൈത്തൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് നമുക്ക് HTML ചെയ്യാനുള്ളതാണ്, പൈത്തൺ ചെയ്യാനുള്ളതല്ല. അപ്പോൾ പലപ്പോഴും ഇത് തെറ്റിക്കുന്നത് കാണാറുണ്ട്. ടെക്സ്റ്റ് എഡിറ്റർ അല്ല പൈത്തൺ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പൈത്തൺ ചെയ്യാൻ എന്ത് വേണം? ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു, പ്രോഗ്രാമിംഗ് എന്ന ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ IDLE എന്ന് കാണാം. ഈ IDLEയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ IDLE ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കൃത്യമായിട്ട് ഓർക്കുക. രണ്ടാമത്തെ തെറ്റ് എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ് വരുന്നത്. അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ കുറച്ച് സ്ഥലമുണ്ടല്ലോ, അപ്പോൾ തന്നെ അവിടെ ഫ്രം ടെർട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് ടൈപ്പ് ചെയ്ത് തുടങ്ങും. ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇവിടെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇത് മോഡലിനടക്കം പല കുട്ടികളും തെറ്റിച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത ശേഷം ഫയലിൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഫയലിൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ലാത്ത ഫ്രീ ആയിട്ടുള്ള നല്ല ഫ്രഷ് വിൻഡോ നമുക്ക് കിട്ടും. ഈ വിൻഡോയിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പൈത്തൺ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യേണ്ടത്, ഇവിടെ അല്ല. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാം ഇനി നമ്മൾ ചെയ്യേണ്ടത് റൺ ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ സ്പേസ് വേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് സ്പേസ് ഇട്ടോളണം. കോളൻ വേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് കോളൻ ഇടണം. ബ്രാക്കറ്റും കോമയും ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. അതൊന്നും മാറിപ്പോവരുത്. അപ്പോൾ നിങ്ങൾ കൊടുത്തതൊക്കെ കറക്റ്റ് ആണെങ്കിൽ റൺ മൊഡ്യൂൾ കൊടുത്തിട്ട് അപ്പോൾ നിങ്ങളോട് സേവ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തിട്ട് ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ വീഡിയോ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ കൊടുത്ത ശേഷം കുറച്ച് ഇങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പ് കാണും. ഡെസ്ക്ടോപ്പ് വഴി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോം ഫോൾഡർ വഴി നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ 2 എന്ന പേരിലൊന്ന് സേവ് ചെയ്യാണ്. അപ്പോൾ സേവ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ചെയ്ത പ്രോഗ്രാം കറക്റ്റ് ആണെങ്കിൽ, നമ്മൾ ടൈപ്പ് ചെയ്തത് കൃത്യമാണെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് ഇതുപോലെ കിട്ടും. എനിക്കിപ്പോൾ കറക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ടൈപ്പ് ചെയ്ത സാധനം തന്നെയാണ് വന്നത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഞാനിപ്പോൾ ഒന്ന് തെറ്റിച്ച് കൊടുക്കുന്നു. ഈ റൈറ്റ് എന്നുള്ളത് ഐയുടെ തൊട്ട് താഴെയാണ് എന്ന് നമുക്കറിയാം അല്ലേ. അത് ഞാൻ ഒന്ന് പുറകോട്ടേക്ക് അടിക്കുന്നു. എന്നിട്ട് ഞാൻ ഇതൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ കണ്ടില്ലേ,
എനിക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല, ഒരു സിൻടാക്സ് എറർ വന്നിട്ടാണുള്ളത്. ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. തിയറിയിലും ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് തന്നിട്ട് എന്താണ് ഇവിടെ വന്ന പ്രശ്നമെന്ന് ചോദിക്കും. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിവിടെ ചുവന്ന നിറത്തിൽ കാണിച്ചിട്ട് കൂടിയുണ്ട്. ഈ റൈറ്റ് എന്ന് പറയുന്നത് ഐയുടെ തൊട്ട് താഴെയാണ് വേണ്ടത്, അത് കൃത്യമായ സ്ഥാനത്തല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു എറർ വന്നത്. അപ്പോൾ ഇത് പരിഹരിക്കാൻ സിമ്പിളാണ്. ഓക്കെ കൊടുക്കുക, എന്നിട്ട് ഇതിന് മുമ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഇങ്ങോട്ടേക്ക് നീക്കി കൊണ്ടുപോവുക. ഓക്കെ, എന്നിട്ട് കൃത്യമായിട്ട് ഐയുടെ താഴെ തന്നെ കൊണ്ടുവരിക. എന്നിട്ട് റൺ മൊഡ്യൂൾ കൊടുക്കുക. സേവ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെയുള്ള കോളൻ്റെ കാര്യം. ഇപ്പോൾ ഈ കോളൻ ഞാൻ ഒഴിവാക്കിയ ശേഷം ഞാനൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ. റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. അപ്പോൾ സേവ് ചെയ്യാൻ പറയുന്നുണ്ട്, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ കണ്ടില്ലേ, വീണ്ടും ഒരു സിൻടാക്സ് എറർ വന്നു. ഇൻവാലിഡ് സിൻടാക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് പ്രശ്നം എന്നുള്ളത് ചുവപ്പിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ടില്ല. എന്താ പ്രശ്നം എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാകണം. ഫോർ ഐ ഇൻ റേഞ്ച് എന്നൊക്കെ കാണുമ്പോൾ ഇവിടെ കോളൻ നിർബന്ധമാണ്. അപ്പോൾ ഓക്കെ കൊടുക്കുന്നു, ഇവിടെ കോളൻ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും വരുന്ന മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ ബ്രാക്കറ്റ്, കുത്ത്, കൊമ ഇത്തരം കാര്യങ്ങളൊക്കെ തെറ്റിച്ച് കൊടുക്കുക, കൃത്യമായ സ്ഥാനത്തല്ലാതെ കൊടുക്കുക. ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പൈത്തണുമായി ബന്ധപ്പെട്ടതല്ലേ പറഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഹലോ, എന്നെ ഒന്ന് സഹായിക്കുക, ഞാൻ ഈ ആക്ടിവിറ്റി ചെയ്തപ്പോൾ ഫിഗർ കറക്റ്റ് ആയിട്ടല്ല വരുന്നത്, ഇതാണ് ഞാൻ ഉപയോഗിച്ച കോഡ് എന്ന് പറഞ്ഞിട്ട് ആ കോഡ് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആ കുട്ടി തന്നിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഇവിടെ അങ്ങനെ തന്നെ കോപ്പിയാണ് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു മാറ്റവും വരുത്തുന്നില്ല, ഞാൻ അതേപോലെ ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിതൊന്ന് റൺ ചെയ്ത് നോക്കുവാണ്. ഇവിടെ ഒരു ചെറിയൊരു ചിഹ്നം വന്നിട്ടുണ്ട്, അത് നോക്കണ്ട കേട്ടോ, അത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തതുകൊണ്ട് വന്നതാണ്. അതങ്ങ് ഞാൻ ബാക്ക് കൊടുക്കുന്നു. ബാക്കിയൊക്കെ അതേപോലെ, ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഞാൻ റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. പ്രോഗ്രാം കണ്ടിട്ട് ഇവിടെ തെറ്റുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ സേവ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാനൊരു 3 എന്ന് കൊടുത്തിട്ട് സേവ് കൊടുക്കും. സംഭവം കിട്ടിയിട്ടുണ്ട്, കാണുന്നുണ്ട്. അതായത് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വന്നിട്ട് കാണുന്നുണ്ട്. തന്നെ അതേ പ്രോഗ്രാം തന്നെയാണ് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തത്. ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷെ എന്നിട്ടും എനിക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് വേറെ കാണിച്ചു എന്നാണ്. അതായത് ചെയ്തപ്പോൾ ഫിഗർ കറക്റ്റായിട്ടല്ല വരുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ കറക്റ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് എന്നറിയില്ല. എന്തായാലും പ്രോഗ്രാമൊക്കെ കറക്റ്റ് തന്നെയാണ്, അതിലൊന്നും ഒരു തെറ്റുമില്ല. പിന്നെ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് അത് കമ്പ്യൂട്ടറിൻ്റെയോ മറ്റോ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ടീച്ചറോട് പറയാം. അല്ലാതെ ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്തതൊക്കെ കറക്റ്റാണ് കേട്ടോ. ഓക്കെ, ഒബ്ജക്റ്റ് ഗ്രൂപ്പ്, പാത്ത് യൂണിയൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് ഒരു കുട്ടി മാത്രമല്ല, 2-3 ആൾക്കാർ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുന്നതും പാത്തിൽ യൂണിയൻ കൊടുക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്നൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഇൻസ്കേപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു റെക്റ്റാങ്കിൾ, ഒരു 2-3 റെക്റ്റാങ്കിൾ ഇവിടെ വരക്കാൻ വേണ്ടി പോവാണ്. ഒരു റെക്റ്റാങ്കിൾ ഇവിടെ വരച്ചു. രണ്ടാമത്തെ ഒരു റെക്റ്റാങ്കിൾ കുറച്ച് നീളത്തിൽ ഞാനിത് ഇവിടെ വരക്കാണ്. അടുത്തൊരു റെക്റ്റാങ്കിളും ഞാനിത് ഇവിടെ വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഓരോ റെക്റ്റാങ്കിളിനും വേറെ നിറം കൊടുക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഓരോന്നിനും വേറെ നിറം കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് സെലക്ട് ചെയ്തിട്ട് ഈ 3 റെക്റ്റാങ്കിളും ഞാൻ സെലക്ട് ചെയ്തിട്ട് ആദ്യം പാത്തിൽ യൂണിയൻ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ 3 വ്യത്യസ്ത നിറത്തിലാണുള്ളത്, അല്പം വിട്ടിട്ടാണുള്ളത് അല്ലേ. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇത് വേറെ തന്നെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം ഒരുമിച്ചല്ല വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പാത്തിൽ യൂണിയൻ കൊടുക്കുന്നു. കൊടുത്തു. അപ്പോൾ വന്ന വ്യത്യാസം കണ്ടോ? ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്ന ആ നീല നിറമായിരുന്നു അല്ലേ, ആ നീല നിറം ബാക്കിയുള്ള ചതുരങ്ങൾക്ക് കൂടി പോയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നടന്നിട്ടുണ്ട്, ഇതെല്ലാം ഒറ്റ ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ പിടിച്ച് വലിച്ചാലും അതൊക്കെ ഒറ്റ ഒന്നായിട്ട് തന്നെയാണ് നീങ്ങുന്നത്. പക്ഷേ ആ നിറം കൂടി ബാക്കിയുള്ളതിലേക്ക് ലയിച്ചു ചേർന്നു. എന്നാൽ ഇനി ഇതേ സംഭവത്തിന് തന്നെ ഞാൻ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കാണാം, നിങ്ങൾക്കിപ്പോൾ 3 എണ്ണമായിട്ട് തന്നെയാണ് വരുന്നത്. കണ്ടില്ലേ, വേറെ തന്നെയാണുള്ളത്. ഞാനിപ്പോൾ നേരത്തെ പോലെ വെച്ചു. അതിനുശേഷം എല്ലാം ഒന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുന്നു. അപ്പോൾ കണ്ടോ, നിറമൊന്നും മാറിയിട്ടൊന്നുമില്ല, പക്ഷെ നമുക്കിതൊന്ന് ഗ്രൂപ്പായി കിട്ടി. 2 ചെയ്യുമ്പോഴും നമ്മുടെ പൊസിഷനോ കാര്യങ്ങളോ ഒന്നും മാറുന്നില്ല, കൃത്യസ്ഥാനത്തുണ്ട്. പിന്നെ അതൊക്കെ ഒരു ഗ്രൂപ്പ് പോലെയായിട്ട് നമുക്ക് കിട്ടുന്നുമുണ്ട് പിടിച്ച് വലിക്കുമ്പോൾ. പക്ഷെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ നിറവും കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷെ യൂണിയൻ കൊടുത്തപ്പോഴോ അതിലെ ഒരു നിറം, പ്രത്യേകിച്ച് നമ്മൾ ആദ്യം കൊടുത്ത ആ ഒരു നിറം ബാക്കിയുള്ളതിൽ കൂടി ലയിച്ചു ചേർന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാത്തും യൂണിയനും തമ്മിലുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട വ്യത്യാസം എന്ന് പറയുന്നത്. ടീച്ചർ സേവ് ചെയ്തതൊന്നും നോക്കൂലോ, നമ്മൾ ചെയ്തത് കാണിച്ചാൽ മാത്രം പോരെ. ഇത് പലർക്കും ഒരു ഡൗട്ടാണ്. എന്നാൽ അതിനുള്ള ഉത്തരം പോരാ എന്നത് തന്നെയാണ്.
ജസ്റ്റ് നിങ്ങൾ കാണിച്ചാൽ മാത്രം പോരാ, നിർബന്ധമായിട്ട് സേവ് ചെയ്യണം. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാക്ടിക്കലിനെ മാർക്ക് ഇടുന്നതിന് ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ ഇൻസ്കേപ്പ് ഓപ്പൺ ചെയ്താൽ ഒരു മാർക്കാണ്, അതിൽ ഓരോരോ സ്റ്റെപ്പുകൾ ചെയ്യുന്നതിന് ഓരോരോരോ മാർക്കാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ 7 മാർക്ക് കിട്ടുന്നത്. ഓരോ പ്രാക്ടിക്കൽ പ്രവർത്തനത്തിനും 7 മാർക്കാണല്ലോ. അതിൽ നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് ടീച്ചേഴ്സിന് മാർക്ക് ഇടാൻ ഇൻസ്കേപ്പ് ഓപ്പൺ ചെയ്താൽ ഒരു മാർക്ക്, അടുത്ത സ്റ്റെപ്പിന് ഒരു മാർക്ക്, അങ്ങനെ മാർക്ക് ഇടുന്നതിൽ അവസാനത്തേത് അധികവും സേവ് ചെയ്യുന്നതിനാണ്. കറക്റ്റ് ലൊക്കേഷനിൽ കൃത്യമായ ഫയൽ നെയിമോട് കൂടി സേവ് ചെയ്യുന്നതിന് ഒരു മാർക്ക് ഉണ്ട്. ഇനി വേറെ ഒരു കാര്യം, ഇനി അഥവാ നിങ്ങളൊന്ന് കാണിച്ചു എന്നിട്ട് സേവ് ചെയ്യാതെ പോയാൽ, അഥവാ നിങ്ങളുടെ ടീച്ചർക്ക് ഒന്നുകൂടി നിങ്ങൾ ചെയ്ത പ്രവർത്തനം ഒന്ന് കാണണം, കുട്ടി കറക്റ്റ് അല്ലേ ചെയ്തത് എന്ന് നോക്കണമെങ്കിൽ, നിങ്ങൾ സേവ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫയൽ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ടീച്ചർക്ക് ഒന്നുകൂടി നോക്കാൻ പറ്റില്ല. നിങ്ങളോട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് സേവ് ചെയ്യാൻ, അപ്പോൾ അത് തെറ്റ് നിങ്ങളുടേത് മാത്രമാണ്. അപ്പോൾ നിർബന്ധമായിട്ടും എത്രയും ചെയ്തിട്ട് പിന്നെ സേവ് ചെയ്യാനാണോ ഇത്ര പണി, അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ആ ടീച്ചറെ കാണിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്തായാലും അത് സേവ് ചെയ്യണം. പിന്നെ വെറുതെ എന്തിനൊരു റിസ്കിന് നിൽക്കുന്ന ഇൻസ്റ്റയിൽ DM ചെയ്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഇൻസ്കേപ്പിൽ ആദ്യം ഉണ്ടായ പോലെ അല്ല ഉള്ളത്, ചില ഓപ്ഷനൊക്കെ മാറിയിട്ടാണ് ഉള്ളത്, എന്താ ചെയ്യുക? ഓക്കെ, ഇത് നല്ലൊരു ചോദ്യമാണ്, പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഇൻസ്കേപ്പ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്ത പോലെ ആയിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ ബോക്സ് ഒക്കെ വരക്കുമ്പോൾ അതിന് ബോർഡറും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് അതിന് ഓപ്ഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ ഓരോ സ്ഥലത്ത് പോയിട്ട് നമുക്ക് ശരിയാക്കാനൊക്കെ പറ്റും. പക്ഷേ പരീക്ഷയ്ക്കൊക്കെ ആ വെപ്രാളത്തിൽ നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ആ സോഫ്റ്റ്വെയർ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെ ആണുള്ളത്, നിങ്ങൾക്ക് വരച്ചിട്ട് കൃത്യമായിട്ടല്ല വരുന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റീസെറ്റ് ചെയ്താൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻസ്കേപ്പ് ഒക്കെ റീസെറ്റ് ചെയ്യുക എന്നുള്ളത് പെട്ടെന്ന് നോക്കാം. അപ്പോൾ റീസെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഹോം ഫോൾഡർ കണ്ടില്ലേ, ഈ ഹോം ഫോൾഡർ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഹോം ഫോൾഡർ കിട്ടും. ഇവിടെ കുറച്ചൊന്ന് താഴോട്ടേക്ക് പോവുക. ഇത് പിടിച്ച് വലിച്ചാൽ താഴോട്ടേക്ക് പോകാൻ പറ്റും. കുറച്ചൊന്ന് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ റീസെറ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ കാണാൻ പറ്റും. ഈ റീസെറ്റ് സെറ്റിംഗ്സ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഒരുപാട് ലോഗോകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ റീസെറ്റ് ഇൻസ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്കേപ്പിൻ്റെ ലോഗോ കാണാൻ പറ്റും. ഇതിന് മുകളിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് വന്നിട്ടുണ്ട്. അവിടെ ഇൻസ്കേപ്പ് ഹാസ് ബീൻ റീസെറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇത്രയും വേണ്ടു. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇൻസ്കേപ്പ് ഉണ്ടായത് അതേപോലെ കിട്ടും. ഓക്കെ, അടുത്തത് ഹലോ ബ്രോ, ലാപ്ടോപ്പിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ഉള്ള ഓപ്ഷൻ കൊണ്ടുവരുന്നത്? ഓക്കെ, അതായത് ഈ കുട്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ ചോദിച്ചാൽ എന്താ സംഭവം. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഒരു ലാപ്ടോപ്പ് ഉണ്ട്, ആ ലാപ്ടോപ്പിൽ ചെയ്ത് പഠിക്കണം. അപ്പോൾ അതിന് എന്ത് വേണമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ IT കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഉബുണ്ടു ഉണ്ടായിരിക്കണം. ഉബുണ്ടു 18.04 വേർഷനുള്ള ഉബുണ്ടു ആണ് ഉണ്ടായിരിക്കേണ്ടത്. വിൻഡോസ് ഉണ്ടായിട്ട് കാര്യമില്ല. ഓക്കെ, ഈ ഉബുണ്ടു 18.04 നമ്മൾ ഈ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ വേണ്ടത് റിസോഴ്സ് ഫോൾഡർ ആണ്. അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ റിസോഴ്സ് ഫോൾഡർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ റിസോഴ്സ് ഫോൾഡർ വേണമെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ മറ്റോ ചോദിച്ചിട്ട് അങ്ങനെ സംഘടിപ്പിക്കുന്നവർക്ക് അങ്ങനെയും അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ന് പറയുന്നത്. വേറെയും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ചിലതിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോമൺ ആയിട്ട് കൂടുതൽ കുട്ടികൾക്കൊക്കെ സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെറും A+ അല്ല, ഫുൾ മാർക്ക് ആയിരിക്കണം ITL നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ദർശിത്, സൈനിങ് ഓഫ്.